ശ്യാമ, ഇന്ത്യ ഡിജിറ്റൽ കറൻസിയിലേക്ക് മാറുക. ഫെബ്രുവരി 15 കയ്യിലുള്ള പണം മുഴുവൻ ഇനി ബാങ്കിലേക്ക് കൊണ്ടിടുക. ഫെബ്രുവരി 15 ശേഷം നമുക്കത് ഉപയോഗിക്കാൻ പറ്റില്ല കറൻസി. അപ്പോൾ നിങ്ങൾക്ക് ബസ്സിൽ കയറിയാൽ കണ്ടക്ടർക്ക് ഗൂഗിൾ പേ ചെയ്ത് കൊടുക്കാം, ജി പേ ചെയ്യേണ്ടി വരും. മീൻ വാങ്ങിക്കാൻ പോയാൽ അവിടെ അമ്മച്ചിക്ക് ജി പേ കാണും, ഫോൺ കാണും, അങ്ങോട്ട് കൊടുക്കുക. അപ്പോൾ എന്തായാലും ഇന്ന് രാവിലെ നമ്മുടെ മലയാള പത്രം വായിച്ച ആളുകളൊക്കെ ഈ ആളുകളൊക്കെ ഞെട്ടി കയ്യിലിരുന്ന കാശൊക്കെ ബാങ്കിൽ ചെന്നു. ബാങ്കിലൊക്കെ വലിയ തിരക്കാണ്. ആളുകളെല്ലാം ഓടിച്ചെന്നു. ഇതിൽ ഞാൻ ഈ സംഭവം അറിഞ്ഞില്ല രാവിലെ. കാര്യം എനിക്ക് പത്രം മേടിക്കണമെങ്കിൽ ഞാൻ രാവിലെ സിറ്റിയിൽ കയറണം. പത്രം വായിച്ചു. അപ്പം ഞാനും ഇത് വിശ്വസിച്ചു. ഈ സംഭവം നന്നായി. ആരായാലും വിശ്വസിക്കുമെന്നേ. ഇവിടുത്തെ ഒരു പ്രമുഖ മാധ്യമപ്രവർത്തകൻ എടുത്ത് വെച്ച് വായിച്ചു. എല്ലാം അറിവും ഉണ്ട് എന്ന് പറയുന്ന ഹിജ്മണിയെ കുറിച്ചൊക്കെ സംസാരിക്കുന്ന, ബ്രാഹ്മണിക്കൽ ഹിജ്മണിയെ കുറിച്ചൊക്കെ സംസാരിക്കുന്ന ഒരു മാധ്യമപ്രവർത്തകൻ ഇന്ന് രാവിലെ മോർണിംഗ് ഷോയിൽ ഇതെടുത്ത് വെച്ച് വായിച്ചു. അദ്ദേഹത്തിൻ്റെ ഒരു പരിപാടിയുണ്ട്. അദ്ദേഹത്തിൻ്റെ പരിപാടിയിൽ അദ്ദേഹം എടുത്തു വെച്ച് വളരെ കൃത്യമായി മൊത്തത്തിലിരുന്ന് വായിച്ചു. RBI ഗവർണറുടെ പേര് വരെ അദ്ദേഹം വായിച്ചു. ഡോക്ടർ അരവിന്ദ് കുമാർ. അതാണ് പോലും RBIയുടെ ഗവർണർ. നമുക്ക് സാധാരണ അതുകൊണ്ട് ജോണേട്ടൻ ടെൻഷൻ ആവണ്ട. അല്ല, എനിക്കിത് രണ്ടാമത് കത്തി എപ്പോഴാണെന്നറിയാം. ഞാനിത് രണ്ടാമത് വീണ്ടും വായിച്ചു വന്നു. പ്രതിപക്ഷ നേതാവിന്റെ പേര് വായിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായതല്ലേ. പ്രതിപക്ഷ നേതാവ് അഞ്ജലി മെഹ്റ. ഞാനേ രാവിലെ പിന്നെ വാടക കൊടുക്കേണ്ട ദിവസം അപ്പോൾ ഞാനെന്താ വെച്ച് കഴിഞ്ഞാൽ കയ്യിൽ പൈസ ഇരിപ്പുണ്ടായിരുന്നു. കയ്യിൽ കുറച്ച് പൈസ നോട്ടായിട്ടായിരിക്കുന്നത്. അപ്പോൾ ഈ പൈസ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഞാൻ സാധനം മേടിക്കുന്ന ഒരു കടയുണ്ട്. മിക്കവാറുമൊക്കെ ഞാൻ അദ്ദേഹത്തിൻ്റെ കൊടുത്തിട്ടാണ് ഈ അക്കൗണ്ടിൽ ഇടിയിക്കുന്നത്. അപ്പം അദ്ദേഹത്തിൻ്റെ അടുത്ത് നിന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു പറ്റില്ല, നടക്കില്ല, കാശില്ല എന്ന് പറഞ്ഞു. അതിനെക്കുറിച്ച് പറഞ്ഞില്ല പുള്ളി. ഇതൊന്നും പറയുന്നില്ല. പിന്നെ ഞാൻ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ അടുത്ത് ചെന്നു. അദ്ദേഹം വിമുഖത കാണിച്ചു. പിന്നീട് നമുക്കിതൊന്നും അറിയാൻ വയ്യ. അപ്പം പിന്നീട് ഞാൻ പോയിട്ട് ഈ പിന്നെ പത്രം ഇങ്ങനെ സിറ്റി കയറിയിട്ടാണ് നമ്മൾ പത്രം വാങ്ങിക്കുന്നത്, പത്രം വാങ്ങിക്കാൻ വേണ്ടി. അപ്പോൾ സിറ്റിയിൽ കയറിയിട്ട് പത്രം വാങ്ങിച്ച്, സിറ്റിയിൽ കയറി പത്രം വാങ്ങിച്ചപ്പോൾ ഞാൻ ആദ്യം ശ്രദ്ധിച്ചൊരു സാധനം എന്ന് പറയുന്നത് മലയാള മനോരമ. ഈ വാർത്തയൊന്നും ശ്രദ്ധിക്കുന്നില്ല. മലയാള മനോരമയുടെ ഡേറ്റ് 2050 ജാനുവരി 24. ഞാൻ വിചാരിച്ചത് മലയാള മനോരമയ്ക്ക് ഇത് എന്ത് പറ്റി എന്ന് വിചാരിച്ചു. 2050 ജാനുവരി 24 എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതിനകത്ത്. അതിൻ്റെ താഴെയാണ് ഈ വാർത്ത ശ്രദ്ധിക്കുന്നത്. നോട്ടേ വിട ഡിജിറ്റൽ കറൻസിയാണ് ഇനി മുതൽ എന്നുള്ളത്. അതായത് ഫെബ്രുവരി 1 മുതൽ രാജ്യത്തെ പണമിടപാടുകൾ പൂർണ്ണമായും ഡിജിറ്റൽ കറൻസിയിലൂടെ മാത്രമായിരിക്കുമെന്ന് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പറഞ്ഞിരിക്കുന്നു. കള്ളപ്പണം പൂർണ്ണമായും തടയുക, ഇതൊക്കെ നമ്മൾ വിശ്വസിക്കുന്ന സാധനമാണ്. കള്ളപ്പണം പൂർണ്ണമായും തടയുക, സാമ്പത്തിക രംഗം ശക്തിപ്പെടുത്തുക എന്നീ ലക്ഷ്യങ്ങളോടെയാണ് പുതിയ പ്രഖ്യാപനമെന്ന് RBI ഗവർണർ ഡോക്ടർ അരവിന്ദ് കുമാർ എന്ന് പറഞ്ഞിരിക്കുന്നു. സഞ്ജയ് മൽഹോത്രയാണ് പിന്നെ സംശയം. ഞാൻ അന്നേരം എനിക്ക് ഏകദേശം ഒരു പിടുത്തം കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വാർത്ത, ഈ സംഭവമായിരിക്കാം, അന്നേരവും നമ്മൾ കൂടുതൽ ക്യാച്ച് ചെയ്യുന്നില്ല, ഈ സംഭവമായിരിക്കാം ആളുകൾ ഇപ്പോൾ പിന്നെ നോട്ട് വാങ്ങി അക്കൗണ്ടിൽ പണമിടാൻ തയ്യാറാകാത്തത് എന്നെനിക്ക് ഒരു ധാരണ ഏകദേശം കിട്ടി. പിന്നെ ഇതിലെ പല സാധനങ്ങളും നോക്കുമ്പോൾ റോബോ മന്ത്രി, കേരളത്തിൽ റോബോ മന്ത്രി, പിന്നെ അദ്ദേഹം പിന്നെ മുഖ്യമന്ത്രിയുടെ പേരൊക്കെ കൊടുത്തിരിക്കുന്നത്, നമ്മുടെ മുഖ്യമന്ത്രിയുടെ പേരൊക്കെ കൊടുത്തിട്ടുണ്ട് ഇതിനകത്ത്. ഇങ്ങനെ നോക്കി വന്നപ്പോഴാണ് ഇത് കൊച്ചി ജെയിൻ ഡീംഡ് യൂണിവേഴ്സിറ്റി, അതായത് നമ്മുടെ ഇൻഫോ പാർക്കിൽ പ്രവർത്തിക്കുന്ന ജെയിൻ യൂണിവേഴ്സിറ്റിയുടെ അവർ നടത്താൻ പോകുന്ന ഒരാഴ്ചയിലത്തെ സമ്മിറ്റ് ഫ്യൂച്ചർ, അതിൻ്റെ പേര് ഒരു പിന്നെ ദ സമ്മിറ്റ് ഓഫ് ഫ്യൂച്ചർ എന്നാണ് അതിൻ്റെ പേര്. ഒരാഴ്ചയിലത്തേക്ക് ഈ സംഭവം നടത്തുന്നുണ്ട്, ഈ ഒരു സമ്മിറ്റ് നടത്തുന്നുണ്ട്. അതായത് ഫ്യൂച്ചറിൽ എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത്, 2050 എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്നതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് അവർ ഈ സമ്മിറ്റ് സംഘടിപ്പിക്കുന്നത്. അതിൻ്റെ പരസ്യമാണ് ഈ കൊടുത്തിരിക്കുന്നത്. പക്ഷേ അതിൻ്റെ പരസ്യമാണെന്ന് ഒരിടത്ത് പറഞ്ഞിട്ടുണ്ട്. ഏറ്റവും മുകളിൽ പറഞ്ഞിരിക്കുന്നു ഇത് മുന്നറിയിപ്പ് എന്ന് പറഞ്ഞൊരു സൈഡിൽ ഒരു കോളത്തിൽ പറഞ്ഞിട്ടുണ്ട്. കൊച്ചി ജെയിൻ ഡീം ടു ബി യൂണിവേഴ്സിറ്റി ആതിഥേയത്വം വഹിക്കുന്ന ദി സമ്മിറ്റ് ഓഫ് ഫ്യൂച്ചർ എന്ന് പറഞ്ഞിട്ട് അതിൽ ഏറ്റവും അവസാനം പറഞ്ഞിരുന്നത് ഇതിൽ പ്രതിപാദിക്കുന്ന അഭിപ്രായങ്ങൾക്ക് ഈ ജെയിൻ യൂണിവേഴ്സിറ്റിയുടെയോ അനുബന്ധ സ്ഥാപനങ്ങളുടെയോ നിലപാടുകളുമായി ബന്ധമില്ല. ഇത് സാങ്കല്പിക വാർത്തകളാണ് എന്നവരൊരു സൈഡിൽ പറഞ്ഞിട്ടുണ്ട്. അതെവിടെയാണ് പറഞ്ഞിരിക്കുന്നത് എന്നറിയാമോ? ആഴക്കടൽ ഇനി ആൾക്കടൽ എന്ന് പറയുന്ന വാർത്തയുടെ സൈഡിലാണ് ഇത് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ താഴെയാണ് ഈ വാർത്ത. നമ്മൾ എങ്ങനെ ശ്രദ്ധിച്ചാലും ഇതിൽ ആദ്യം ശ്രദ്ധിക്കുക ഈ നോട്ടേ വിട എന്നുള്ളതാണ്. കാരണം നോട്ട് നിരോധനം
നടന്ന ഒരു രാജ്യമാണ് ഇത്. ഒറ്റ ദിവസം കൊണ്ട് ഇവിടെ നോട്ട് പിൻവലിച്ച ഒരു രാജ്യമാണ്. അവിടെ ഞെട്ടിക്കുന്ന ഒരു പ്രഖ്യാപനം. പിന്നെ എനിക്ക് സംശയം 30 വർഷം മുമ്പ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്, 3 പതിറ്റാണ്ട് മുമ്പ് പ്രഖ്യാപിച്ച ഡിജിറ്റൽ കറൻസി എന്ന സർക്കാരിൻ്റെ പ്രഖ്യാപനം ആണ് നടപ്പാക്കുന്നത് എന്നുള്ള ഒരു സാധനം ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നു. ഞാൻ ഇതിങ്ങനെ ഇത് വളരെ സീരിയസ് ആയിട്ട് നമ്മൾ വായിക്കുന്നത്. ഇതിങ്ങനെ സീരിയസ് ആയി വായിച്ചു പോകുമ്പോഴത്തേക്ക് 3 പതിറ്റാണ്ട് മുമ്പ് ഡിജിറ്റൽ കറൻസിയോ എന്നൊക്കെ വിചാരിച്ചു. സാധാരണ നമ്മളെ ഈ പത്രക്കാരെയൊക്കെ ആളുകൾ കഞ്ചാവാന്ന് പറയാറുണ്ട്. ഇവൻ എന്താ കത്തിച്ച് കൂട്ടിയിട്ട് വലിച്ചാന്നൊക്കെ പറയാറുണ്ട്. മാപ്രകൾ കത്തിച്ച് കൂട്ടിയിട്ട്. ഇപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് ട്രോളിനുള്ള വക മൊത്തം ആയിട്ടുണ്ടല്ലോ, നാട്ടുകാരിന്ന് എടുത്ത് കൊടുക്കുമല്ലോ എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചു. കാര്യം ഇത് പറയുന്ന മൊത്തം പൊട്ടത്തരമാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ മേളിൽ മാത്രമാണ് ഇതും പറഞ്ഞിരിക്കുന്നത്. പിന്നെ താഴോട്ട് വരുമ്പോൾ ഒരു വലിയ ദുരന്തം ഒഴിവാക്കി എന്ന് പറഞ്ഞിരിക്കുന്നു. ഇതിൽ ഏറ്റവും വലിയ മണ്ടത്തരം സംഭവിച്ചിരിക്കുന്നത് ഈ മനോരമ കുറച്ചുകൂടെ ബുദ്ധിപൂർവ്വമാണ് ഇത് കളിച്ചിരിക്കുന്നത്. അതായത് 2050 ഈ പത്രം ഇറങ്ങിയാൽ എങ്ങനെയായിരിക്കും വാർത്ത എന്നുള്ളതാണ്. അത് ഉദ്ദേശിച്ചാണ് ദി സമ്മിറ്റ് ഓഫ് ഫ്യൂച്ചർ. അവർ വലിയ പരസ്യമാണ് സംഘടിപ്പിച്ചിരിക്കുന്നത്, വലിയ പരസ്യം. ആ വലിയ പരസ്യത്തിൽ മനോരമ ഇത് കൊടുത്തതുകൊണ്ട് അവരുടെ പേജിൽ നമുക്കിത് മനസ്സിലാവും ഇതാണെന്ന്. പക്ഷേ മാതൃഭൂമി വലിയ അബദ്ധം കാണിച്ചിട്ടുണ്ട്. മാതൃഭൂമിയുടെ ഫ്രണ്ട് പേജിൽ ഇന്ന് സാംസങ്ങിൻ്റെ പരസ്യമാണ്. അതിൻ്റെ അകത്തെ പേജിൽ ഇന്നത്തെ ഡേറ്റ് വെച്ച്, അതായത് ജനുവരി 24, 2025 എന്നുള്ള ഡേറ്റിലാണ് ഈ പരസ്യം വന്നിരിക്കുന്നത്. ഈ സാധനമാണ് എടുത്തു വെച്ചിട്ട് ഹെജിമണി വായിച്ചത്. ഹെജിമണി ഇത് വളരെ കാര്യമായി വായിച്ചു, വളരെ കാര്യമായി വളരെ സീരിയസ് ആയിട്ട് ഇരുന്ന് വായിച്ചു. അപ്പോൾ ഇത് ഇങ്ങനെ അന്വേഷിച്ച് പോകുമ്പോൾ ഇതിനകത്ത് മനസ്സിലാകുന്നത് പത്രങ്ങൾക്ക് മാത്രമാണ് ഈ ജെയിൻ യൂണിവേഴ്സിറ്റി ഇത് നൽകിയിരിക്കുന്നത്, അല്ലാതെ വാർത്താ ചാനലുകൾക്കൊന്നും കൊടുത്തിട്ടില്ല. അതായത് പുള്ളി പെട്ടിരിക്കുകയാണ്. പുള്ളിക്ക് പറ്റിയ ഏറ്റവും വലിയ അബദ്ധങ്ങൾ, പുള്ളിക്ക് ഈ ലോകത്തിന് എന്താ പറയുക, സൂര്യന് താഴെ എന്തിനെക്കുറിച്ചും ആധികാരികമായി സംസാരിക്കുന്ന ഒരാളാണ് ഈ ഹെജിമണി. അപ്പോൾ ഹെജിമണിക്കും നല്ല പണി, 8ന്റെ പണി ഇക്കാര്യത്തിൽ കിട്ടിയിട്ടുണ്ട്. ഇത് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു പരിപാടിയാണ്. ഇത് ഭയങ്കരമായി, അതായത് ഈ നോട്ടേ വിട ഇനി ഡിജിറ്റൽ കറൻസി എന്ന് പറയുന്നത് ഇവിടെയായിരുന്നു ഇത് കൊടുക്കേണ്ട മുന്നറിയിപ്പ് എന്നും പറഞ്ഞിട്ട് ഈ സാധനത്തിൽ കൊടുക്കാത്ത മുന്നറിയിപ്പ് ഇത്രയും ശ്രദ്ധിക്കുന്ന ഈ വാർത്തയിൽ കൊടുക്കണമായിരുന്നു. മുന്നറിയിപ്പ് എന്ന് പറഞ്ഞ് നിങ്ങൾ ഇതിലാണ് കൊടുക്കേണ്ടത്, അല്ലാതെ ഇത്തരത്തിലുള്ള വലിയ തട്ടിപ്പ്, ഇത് മാർക്കറ്റിംഗ് ഏത് നിലയിലും മാർക്കറ്റിംഗ് ആവാന്നുള്ള ഒരു പരിപാടി ശരിയല്ല. വായനക്കാരനെ കബളിപ്പിക്കുകയാണ്. പിന്നെ വിശ്വസിച്ച് മാപ്പ് പറയണം, എല്ലാ പത്രങ്ങളും മാപ്പ് പറയണം. ദേശാഭിമാനി ഒഴികെയുള്ള ബാക്കിയുള്ള പത്രങ്ങൾ, ദേശാഭിമാനിക്കകത്ത് ഇത് ഞാൻ കണ്ടില്ല, ഈ സാധനം വന്നിട്ടില്ല ദേശാഭിമാനിക്കകത്ത്. ഇങ്ങനെ പരസ്യം ഒന്നുകിൽ അവർ എടുത്തിട്ടില്ല, അല്ലെങ്കിൽ അവർക്ക് കൊടുത്തിട്ടില്ല. അവർക്ക് കൊടുക്കാതിരിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം സംസ്ഥാന സർക്കാരിന് കീഴിലുള്ള ഭരിക്കുന്ന പാർട്ടിയുടെ സ്വന്തം പത്രമാണ് ദേശാഭിമാനി. അവരുടെ മടിയിൽ കിടക്കുന്ന സാധനമാണ് ദേശാഭിമാനി. ആ സാധനത്തിന് ഈ പരസ്യം ചെന്നില്ല എന്നുള്ളത് ഒരു പക്ഷേ എടുത്തു കാണത്തില്ല. ഇത് പക്ഷേ വളരെ വലിയ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു സാധനമായി മാറിയിട്ടുണ്ട്. ദേശാഭിമാനി എന്ന് മാത്രം പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ള പത്രങ്ങൾ ശ്രദ്ധയിൽപ്പെടാത്തത് കൊണ്ടാണ്. കേരളകൗമുദിയിലൊക്കെ ഉണ്ട് ഇത്, മാതൃഭൂമിയിലുണ്ട്, മനോരമയിലുണ്ട്, ബാക്കിയുള്ള കുറേ പത്രങ്ങളിനകത്തുണ്ട്. ഈ കൊടുത്തവരാരൊക്കെയാണോ അവരൊക്കെ ഈ സംഭവത്തിൽ വായനക്കാരോട് മാപ്പ് പറയണം. ഇതല്ല മാധ്യമധർമ്മം, ഇങ്ങനെ കാണിക്കാൻ പാടില്ല. ആളുകളെല്ലാം ബാങ്കിലേക്ക് ഓടിക്കൂടിയെന്നേ, ആളുകൾ ബാങ്കിലോട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും ഇത് തിരിച്ചറിയാത്ത, ഈ സംഭവം അറിയാത്ത ഒരുപാട് പേരുണ്ട്, ഒരുപാട് ആളുകളുണ്ട്. ഇപ്പോഴും നിങ്ങളുടെ ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ സാഹചര്യം ഞാൻ പറഞ്ഞല്ലോ, ഞാൻ അങ്ങ് ഒരുപാട് ഇതിൽ കിടക്കുന്നതാണ്, അങ്ങ് താഴെ കിടക്കുകയാണ്. ഇപ്പം നമുക്ക് പത്രം കിട്ടണമെങ്കിൽ നമ്മൾ ഇഞ്ഞ് കയറി വരണം. എന്നെപ്പോലെ ഇനി പുറത്ത് വരാൻ പറ്റാത്തവരെന്ത് ചെയ്യും? അവരറിയുമോ ഇത്? അവരെങ്ങനെയും വണ്ടി വിളിച്ച് ബാങ്കിൽ പോകാൻ നോക്കും, സ്വന്തം ബാങ്കിൽ പോകാൻ നോക്കും. അല്ല, ഇന്ന് ബാങ്കുകളിലൊക്കെ ഒരുപാട് പേര് ചെന്നു, ബാങ്കിലെ ഉദ്യോഗസ്ഥർ തിരികെ വിടുമായിരുന്നു. അവർ പറഞ്ഞു മനസ്സിലാക്കിക്കൊണ്ടിരിക്കുക. അവരെത്ര പേരോട് ഇത് പറഞ്ഞ് മനസ്സിലാക്കും? അവർക്ക് പറഞ്ഞാൽ ഇത് മനസ്സിലാവും. ഇത് തന്നെ ഈ മലയാളിയെ സംബന്ധിച്ച് രാവിലെ പത്രം വായിക്കുന്ന ഒരു ശീലം പുതിയ ന്യൂജൻ പിള്ളേർക്കില്ലെങ്കിലും അത് ശീലിച്ചു വന്ന ആളുകൾ. ന്യൂജൻ പിള്ളേർ അവർക്ക് ഈ കാര്യത്തിൽ അവരെ അപ്രീഷിയേറ്റ് ചെയ്യണം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ട്രോളാക്കിക്കൊണ്ട് അവർ വ്യാപകമായിട്ട് ഈ പിള്ളേർ ഇറക്കുന്നുണ്ട്. ഇത് കള്ളത്തരമാണ്, ഇത് തെറ്റായ നടപടിയാണ്, ഇത്തരം തെണ്ടിത്തരം കാണിക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട് അവരുടെ ട്രോളുകൾ വ്യാപകമായിട്ട് പിള്ളേർ ഇറക്കുന്നുണ്ട്. അത് വളരെ നല്ല കാര്യമാണ്. അത് ആ കുട്ടികളെങ്കിലും അത് ചെയ്യുന്നത് കൊണ്ട് ആളുകൾ 10 പേര് അറിയുന്നെങ്കിൽ അറിയട്ടെ, അതല്ലേ വേണ്ടേ? 10 പേര് അറിയുന്നെങ്കിൽ അത് അറിയട്ടെ എന്നുള്ളതാണ്. അല്ല, എങ്ങനെയാണ് ഇനി ഇത് എത്ര ലക്ഷം കിട്ടിയാലും എന്തും ചെയ്യാമെന്നുള്ള ഒരു പരിപാടി പാടില്ല. ഇപ്പോൾ ഒരു 20 ലക്ഷം കിട്ടിക്കഴിഞ്ഞാൽ ഇത് ഇനിയിപ്പം എന്താ പറയുക, ഇത് പണ്ടൊക്കെ ചില സാധനങ്ങൾ വരുമായിരുന്നേ, പൈസ മേടിച്ചിട്ട് ചില പരിപാടികൾ ഉണ്ടായിരുന്നു. പെയ്ഡ് ആയിട്ടുള്ള ചില സാധനങ്ങൾ, പെയ്ഡ് ആയിട്ടല്ല, ആളുകളെ അതിനെ അപ്പോൾ അങ്ങനെ കൊടുക്കുമ്പോൾ പോലും സൈഡിൽ ഇങ്ങനെ ഏറ്റവും താഴെ മാർക്കറ്റിംഗ് അഡ്വർടൈസ്മെന്റ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കും. അപ്പോൾ നമുക്കറിയാം ഇത് വാർത്തയല്ല, ഇതൊരു പരസ്യമാണെന്ന് കൊടുക്കും. ഇത് അങ്ങനെയും കൊടുത്തില്ല.
ഇത് വളരെ ശ്യാം പറഞ്ഞ പോലെ ഇവിടെ ശ്രദ്ധിക്കപ്പെടാത്ത ഒരു കോളത്തിൽ കൊണ്ടുപോയി അത് കൊടുത്തു കഴിഞ്ഞാൽ ഈ പേജിനും തമ്മിലുള്ള നിറവ്യത്യാസം എന്ന് പറയുന്നത് ശ്രദ്ധിക്കില്ല. ഇത് ലൈറ്റ് ബ്ലൂ ആണ്. അല്ല, അത് മാത്രമല്ല, പത്രത്തിന്റെ ഒരു ലേ ഔട്ട് ഉണ്ടല്ലോ, ലേ ഔട്ടിൽ ഒരു വായനക്കാരൻ എവിടെയാണ് ആദ്യം അവന്റെ കണ്ണ് പതിയുന്നത്. ഇത് മനോരമയുടെ ലേ ഔട്ടാണ്. നോട്ടേ വിട ഇനി ഡിജിറ്റൽ കറൻസി എന്ന് പറയുന്നത് മനോരമയുടെ പിന്നെ ഫോണ്ടാണിത്. ഇത് മനോരമയുടെ ഫോണ്ടിലാണ് ഇത് അടിച്ചു വന്നിരിക്കുന്നത്. ഇത് മനോരമയുടെ ഫോണ്ടാണ് ഈ സാധനം. മാതൃഭൂമി അവരുടെ അതേ ഫോണ്ടിൽ അടിച്ചു വെച്ചിരിക്കുന്നത്. അതായത് ഫുള്ള് ഏതാണ്ട് കേരളത്തിലെ മൊത്തം വായനക്കാരെ ഇവർ ചീറ്റ് ചെയ്തിരിക്കുകയാണ്. ആളുകളെല്ലാം വിശ്വസിച്ചില്ല. എന്ത് ചെയ്യും? ഇനി ഫോൺ വാങ്ങിക്കാൻ ആളുകൾ പോയിട്ടുണ്ടോ എന്ന് നമുക്കറിയത്തില്ലല്ലോ. ഇത് ഡിജിറ്റലാക്കുമ്പോൾ ഫോൺ വേണ്ടേ? ഫോൺകാർ രക്ഷപ്പെടുന്നു അല്ലേ? സ്മാർട്ട് ഫോൺകാർ കുറെ കച്ചവടം നടക്കും. ആ അടി കൊടുക്കണം, അതാണ് വേണ്ടുന്നത്. ഇത്തരത്തിലുള്ള പരിപാടികൾ കാണിക്കുന്നതിന് പിടിച്ച് ചന്തിക്ക് അടി കൊടുക്കണം. ഇത് നമ്മളൊന്ന് ആലോചിച്ച് നോക്ക്. ഈ നാട്ടിൽ അറിയപ്പെടുന്ന ഏറ്റവും വലിയ ബുദ്ധിമാനെന്ന് പറയപ്പെടുന്ന ഒരു മാധ്യമ പ്രവർത്തകനെ വരെ പറ്റിക്കാൻ ഈ പരസ്യത്തിന് പറ്റി. ഒരു മാധ്യമ പ്രവർത്തകൻ, അതായത് ഒരു ലൈവ് TV ഷോയിൽ അവർക്കത് കട്ട് ചെയ്യാൻ പോലും പറ്റില്ല. സ്ക്രീൻഷോട്ട് എടുത്ത് ഇങ്ങോട്ടാക്കും തന്നെ ആൾക്കാർ. സ്ക്രീൻഷോട്ട് അല്ല, സ്ക്രീൻ റെക്കോർഡ് ചെയ്തു. അവർക്കിനി അതെടുത്ത് കളയാൻ പറ്റില്ല. കാര്യം എന്ന് വെച്ചാൽ അവർ ആ സാധനം മാക്സിമം കട്ട് ചെയ്യാൻ ശ്രമിച്ചാലും ലൈവിൽ നിന്ന് പോകുന്ന ലൈവിനെ തൽക്കാലം പെട്ടെന്ന് അവർക്ക് വേണമെങ്കിൽ കയറി ബ്രേക്ക് ചെയ്യാൻ പറ്റും, ലൈവ് ഓഫ് ചെയ്യാൻ പറ്റും, ലൈവ് ഓഫ് ചെയ്ത് കളയാൻ പറ്റും. പക്ഷേ ലൈവ് ഓഫ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ സാധനം സ്ക്രീൻ റെക്കോർഡ് ചെയ്തു, റെക്കോർഡായി പുറത്തു വന്നിട്ടുണ്ട്. സാധനം ഇഷ്ടംപോലെ പുറത്തു വന്നു. അദ്ദേഹത്തിന് ഇനി കിടക്ക പ്രതി ഉണ്ടാവില്ല. ആ മനുഷ്യനെ വരെ പറ്റിക്കുകയെങ്കിൽ സാധാരണ ജനങ്ങളുടെ എന്തായിരിക്കും അവസ്ഥ? സാധാരണ അത്രയും വിദ്യാഭ്യാസമുള്ള ഒരു കോളേജ് അധ്യാപകനെ കബളിപ്പിച്ച് ഒരു ലൈവ് ഷോയിൽ അദ്ദേഹത്തെ കൊണ്ട് ഈ വാർത്ത വായിപ്പിക്കാൻ ഈ പരസ്യത്തെ കൊണ്ട് സാധിച്ചു. സാധാരണ മനുഷ്യരെ മുഴുവൻ കബളിപ്പിച്ചു, ഇഷ്ടം പോലെ. അതായത് മലയാളികളെ, ഒരു വലിയ ശതമാനം മലയാളികളെ കബളിപ്പിച്ചു എന്ന് പറയാം. അതെ, ഈ പത്രത്തെ വിശ്വസിക്കുന്ന, പത്രത്തിൽ പറയുന്നതാണ് ശരി എന്ന് വിശ്വസിക്കുന്ന വായനക്കാരെ മുഴുവൻ കബളിപ്പിച്ചു. മുഴുവൻ പേരെ വഞ്ചനയാണ് നടത്തിയിരിക്കുന്നത്. ഇതൊരു എന്താ പറയുക, ആളുകളെ മുഴുവൻ കബളിപ്പിക്കുന്ന ഒരു പരിപാടിയാണ് കാണിച്ചിരിക്കുന്നത്. ഇതിനകത്ത് വേറെയും വാർത്തകളുണ്ട്. ഗോളാന്തര കിരീടം പങ്കിട്ട് ഭൂമിയും ചൊവ്വയും. അതൊക്കെ വായിച്ചാലും നമുക്ക് ചിലപ്പോൾ കത്തണമെന്നില്ല. അതൊരു വാർത്തയുടെ ഹെഡിങ് എന്ന് ചിലപ്പോൾ വിചാരിക്കും. ഇതിൽ രാവിലെ വന്നിരിക്കുന്ന സാധനം എന്താ പറയുക, ഈ പത്രം മേടിച്ച് കഴിഞ്ഞ് പിന്നെ നമ്മളിങ്ങനെ ഇത് ചെയ്യുമല്ലോ, പിന്നെ സോഷ്യൽ മീഡിയ ഇങ്ങനെ നമ്മളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നിടത്ത് ഒരുപാട് പേര് ഈ വാർത്ത തന്നെ ഷെയർ ചെയ്തിട്ടുണ്ട്. ഉടൻ ഓടിക്കോളൂ, ഉടൻ ബാങ്കിലേക്ക്. ഇനി 1-ാം തീയതി മുതൽ നോട്ടുകളില്ല. നിങ്ങളുടെ കയ്യിലിരിക്കുന്ന നോട്ട് കെട്ടുകൾ ഇനി വെറും പേപ്പർ താളുകൾ എന്നൊക്കെ പറഞ്ഞ് ഷെയറിയാണ് ഇഷ്ടം പോലെ സോഷ്യൽ മീഡിയയിൽ. അതായത് പിന്നെ ഈ കേശവമാമൻ ലോകം ഉണ്ടല്ലോ, കേശവമാമൻ ലോകത്ത് ഇത് ഭയങ്കരമായിട്ട് വൈഡായിട്ട് പോയിട്ടുണ്ട്. ഈ സാധനം പോയിട്ടുണ്ട്. കേശവമാമൻ ലോകത്ത് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുക. ചൊവ്വ പര്യവേഷണം നടത്തിയ ആളുടെ പേരൊക്കെ കൊടുത്തിട്ടുണ്ട്. ചൊവ്വാഗ്രഹത്തിൽ ആദ്യമായി പൗരത്വം നേടിയ മലയാളി വിഷ്ണു മഹേഷാണ് മുഖ്യാതിഥി. ഇതൊക്കെ വായിച്ചാലും പിടികിട്ടണമെന്നില്ലെന്നേ. ആദ്യം ഈ സംഭവം എന്ന് വെച്ചാൽ ഇത് മനസ്സിൽ കിടക്കുമ്പോൾ മറ്റേ ചിന്തയെ വരത്തില്ല. നോട്ട് ഇത് ഇനിയിപ്പോൾ എന്ത് ചെയ്യും, ആ ചിന്തയിലാണ് ഈ വാർത്ത. പിന്നെ അങ്ങോട്ട് പോകത്തുമില്ല. എത്രയും പെട്ടെന്ന് കാര്യം പിടികിട്ടിയല്ലോ. നമ്മുടെ കയ്യിരിക്കുന്നതേ, നമ്മളിപ്പോൾ ഈ പത്രത്തിൽ ഇത് വായിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ സോഷ്യൽ മീഡിയ എടുത്ത് നോക്കിയെന്ന് വെച്ചോ, ആ സോഷ്യൽ മീഡിയയിലും ഈ സാധനം കിടക്കുവാണെങ്കിൽ എന്താ നമ്മൾ വിശ്വസിച്ചു, 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ കഴിഞ്ഞു, അപ്പോഴേ ഓട്ടോ പിടിച്ച് ബാങ്കിൽ പോയി. ഈ കയ്യിരിക്കുന്ന ഫോണും കൊടുത്ത് ഉള്ള കാശിന് കൊടുത്ത് പുതിയ ഫോൺ വാങ്ങിക്കാനുള്ള നടപടി അതിലേക്കുള്ള കടക്കും. ഏതായാലും ഇത് ആരെങ്കിലും മിക്കവാറും ഇതിലേക്ക് പിന്നെ ഇതിനെതിരെ കോടതിയെ സമീപിക്കും. ഈ മാധ്യമങ്ങൾ നാളെ അവരുടെ പേജിൽ മാപ്പ് ഇന്നലെ കൊടുത്ത അത് അവർക്ക് എന്ത് മാപ്പ്? അവരൊരു മാപ്പ് അങ്ങ് പറയും. മാപ്പിന് വല്ല വിലയുണ്ടോ ഈ നാട്ടിൽ? ഇതിനിപ്പോൾ എത്ര ലക്ഷം രൂപ പരസ്യം മേടിച്ച് കാണും? ലക്ഷമല്ല, ലക്ഷത്തിന് മേളിൽ പോയി കാണും. പരസ്യമാണ് പത്രത്തിന്റെ നിലനിൽപ്പ്. അതെ, മറ്റൊരു കാര്യം അത് വിചാരിച്ച് ഇങ്ങനെ അല്ലല്ലോ കാണിക്കുന്നത്. ഇത് മാധ്യമ ധർമ്മം എന്നൊക്കെ പറഞ്ഞിട്ടേ ഇങ്ങനെയൊക്കെ കാട്ടിക്കൂട്ടി കഴിഞ്ഞാൽ സാധാരണക്കാരെ കബളിപ്പിച്ചൊരു സംഭവം ചെയ്യാൻ പാടില്ല. വഞ്ചിച്ചുകൊണ്ട് ആളുകളെ പറ്റിച്ചുകൊണ്ട് ഈ പരിപാടി കാണിക്കാൻ പാടില്ല. അതിനല്ല നിങ്ങൾക്ക് ഇത്രയും വലിയ വരിക്കാർ ഉണ്ടായത്. അങ്ങനെ കാണിച്ചിട്ടല്ല, ഇങ്ങനെയുള്ള തട്ടിപ്പ് കാണിച്ചിട്ടല്ല നിങ്ങളെ തേടി ആളുകൾ വന്നതും 9 രൂപ കൊടുത്ത് നിങ്ങളുടെ പത്രം ആളുകൾ ദിനം പ്രതി വാങ്ങിക്കൊണ്ടുപോയിരിക്കുന്നത്. ആ 9 രൂപയ്ക്ക് നിങ്ങളുടെ ഇപ്പോൾ കിട്ടിയ കോടികളാണെങ്കിൽ ആ കോടിയേക്കാൾ മൂല്യമുണ്ട് ഒരു സാധാരണ വരിക്കാരൻ്റെ നിങ്ങൾക്ക് അയാൾ തരുന്ന 9 രൂപയ്ക്ക്, അല്ലേ? ഇത് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുക.